മത്സരഓട്ടം നടത്തുന്ന ബസ്സുകൾ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള സമയത്ത് സാധാരണക്കാർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതിൽ വിക്ടിംസ് ആയ ആളുകളായിരിക്കും ഈ മത്സരയോട്ടം കാരണം. എനിക്കറിയില്ല എന്തിനാണ് ബസ്സുകാർ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. ബസ്സുകാർ പൊതുവെ പറയുന്ന രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണെന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം ആളുകൾ നെഞ്ചത്തോടെ ആവുന്ന പരിപാടിയാണ് ഞാൻ എതിർക്കുന്നത്. സോ ഈ ബസ്സുകൾ ഇങ്ങനെ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുന്ന നമ്മൾ പൊതുജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾക്കത് വീഡിയോ എടുക്കുക. ഫോട്ടോ അല്ല ഞാൻ പറയുന്നത്, പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുക. അത് ഏതാണ് സ്ഥലം എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതി വാട്സപ്പ് വഴി പോലീസിനെ അറിയിക്കാൻ പറ്റും. പോലീസിൻ്റെ നമ്പർ ഇപ്പം അവൈലബിൾ ആണ്, പല സ്ഥലങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ധൈര്യമായ രീതിയിൽ ഇവർക്ക് വീഡിയോ എടുത്ത് എവിടെ വെച്ചാണ് സ്ഥലം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലീസ് ആക്ഷൻ എടുക്കാറുണ്ട്. ആക്ഷൻ എടുക്കുന്ന വീഡിയോസ് നമ്മൾ കേരള പോലീസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ വളരെ വലിയ രീതിയിൽ കണ്ട സംഭവങ്ങളാണ്. ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാനും പറ്റും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുക്കാൻ പറ്റും. അതിൽ വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു വേ ആണ് വീഡിയോ എടുത്ത് പരാതി കൊടുക്കുന്ന ഒരു കാര്യം. വീഡിയോ പ്ലേസ് വഴി പരാതി കൊടുക്കുക. ഫോട്ടോനേക്കാൾ കൂടുതൽ ഞാൻ പറയും വീഡിയോ എടുക്കണം തന്നെയാണ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ഇങ്ങനെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 1-2 ദിവസം ബസ് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. 1-2 ദിവസമൊക്കെ ബസ് പോലീസ് സ്റ്റേഷനിൽ കിടന്നാൽ തന്നെ അവരുടെ എന്താ പറയുക വരുമാനത്തിൽ കാര്യമായ രീതിയിൽ ഇടിവ് സംഭവിക്കും. 1-2 വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും മത്സരമൊക്കെ കുറച്ച് കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ വിജിലൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സംഭവം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടുതലൊന്ന് വിജിലൻ്റ് ആവേണ്ടതുണ്ട്. അതെ, ശരിക്കും നഗരപരിധിയിലൊക്കെ ഇത്ര ലിമിറ്റിനുള്ളിൽ ഓടിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് ശരിക്കും മോണിറ്റർ ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഒരു പ്രശ്നമല്ലേ? കണ്ണടയ്ക്കുന്നതാണോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട് എനിക്ക് പലപ്പോഴും. അതായത് എല്ലാ ദിവസവും പേപ്പറിൽ മത്സരയോട്ടങ്ങളുടെ വാർത്തകൾ നിങ്ങളും ഞാനും കാണുന്നുണ്ട്. ആൻഡ് ഞാൻ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പ്രോപ്പം CCTV ക്യാമറകൾ അല്ലെങ്കിൽ ഈ പറയുന്ന AI ക്യാമറകളൊക്കെ ഉണ്ട്. എത്ര ബസ്സുകാർ കുടുങ്ങുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് ക്യാമറാസ് വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പല കാര്യങ്ങളും. ഇവർക്ക് പെട്രോളിംഗിൽ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്ര ബസ്സിന് കൈകാട്ടി അവർ നിർത്തുന്നുണ്ടെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ കൈകാട്ടാൻ പറ്റിയെന്ന് വരില്ല, അപ്പം വേറെ എന്തെങ്കിലും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എത്ര ഫൈൻ അടിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ആക്ച്വലി ഒരു RTI ഫയൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി എത്ര ബസ്സുകാരെ എതിരെ ഫൈൻ ഇട്ട് ബസ്സുകാർക്ക് ആ സംഭവങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഒരു RTI ഫയൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം അറിയണമല്ലോ, നമ്മൾ പൊതുജനങ്ങൾ അറിയുന്നില്ല പോലീസ് എത്രത്തോളം ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പോലീസ് ഒന്ന് കറക്റ്റ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ, ട്രാഫിക് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ സേഫ് ഡ്രൈവിംഗ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ആക്ച്വലി ഈ ബസ്സുകാരെ പറ്റി ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, ബസ്സുകാർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. പക്ഷേ എല്ലാ ബസ്സുകാരും മോശമാണ് എന്നൊരു ചിന്ത എനിക്കുമില്ല. നല്ലപോലെ ബസ് ഓടിക്കുന്ന നല്ല മാന്യമായ ബസ് ഓടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കൊരു അപമാനമാണ് ഈ പറയുന്ന റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എന്നുള്ള കാര്യം. സോ അത് നിർത്തണമെങ്കിൽ പോലീസ് ആക്റ്റീവ് ആവണം, നമ്മൾ വിജിലൻ്റ് ആവണം. ഓരോ ബസ്സുകൾക്കും ഓടാനുള്ളൊരു ടൈം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ടൈം കീപ്പ് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ടുകൂടിയാണല്ലോ ഈ ഒരു മത്സര ഓട്ടം വരുന്നത്. ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നൊരു സംഭവമാണ്. പലരും ബസ്സുകാർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഇത്ര സമയം തന്നിട്ടുള്ളൂ, ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഓടിയെത്തണം, ഇന്നത്തെ റോഡ് കണ്ടീഷനിൽ അത് പറ്റില്ല, അപ്പോൾ ആ സിറ്റുവേഷൻ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ ഓടിച്ചൊരാളുടെ ജീവൻ കളഞ്ഞാൽ അതിൽ എന്ത് റീസൺ, എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾക്ക് തരാനുള്ളത്? നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ 100-110 ഓടിച്ചിട്ട് ഒരു ബൈക്കുകാർ മരിച്ചു പോകുന്നു, ഒരു കാറുകാരൻ ഇടിക്കുന്നു, ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് ഓടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അതിന് എന്ത് ജസ്റ്റിഫിക്കേഷനുള്ളതെന്നില്ല. അതൊക്കെ കോടതി പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബസ്സിലിരിക്കുന്ന ആളുകളും ഇതേ ടെൻഷൻ അനുഭവിക്കുന്നു. എക്സാക്ട്ലി. അതായത് ബസ്സിലിരിക്കുന്ന റോളർ കോസ്റ്ററിലിരിക്കുന്ന ഫീലാണ് പല ആളുകൾക്കുള്ളത്. എന്തൊരു അഡ്രിനാലിൻ റഷ് കിട്ടുന്ന ഒരു പരിപാടി പോലെയാണ് പല ആൾക്കാരും കാണുന്നത്. അപ്പം എനിക്കത് ആക്ച്വലി വലിയ സുഖമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. റോഡിൽ വണ്ടി ഓടുന്ന സമയത്ത് സമാധാനത്തോടു കൂടി വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ബസ്സുകാരുടെ ഓട്ടം നമുക്കൊരു സമാധാനം തരില്ല. പിന്നെ ഇവരടിക്കുന്ന ഹോണുകളുടെ എണ്ണം, ഫോർ എക്സാമ്പിൾ നമ്മൾ കാറുകളൊക്കെ പോകുന്ന സമയത്ത് 1-2 ഹോണൊക്കെ ആയിരിക്കും മാക്സിമം അടിക്കേണ്ടാവുക. ഇവർ അവിടെ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് നിർത്തുന്ന ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക, കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ 2000 വട്ടം അവർ ഹോൺ അടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല.